Okay, friends, നമ്മൾ final സെഷനിലേക്ക് കിടക്കുകയാണ്. We have two types of infinity. Limit extends to infinity f of x is there, extends to minus infinity f of x there. Minus infinity ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞതിൽ എക്സ്റ്റെൻസ് ടു എ ലാർജർ നമ്പർ എന്നേ പറഞ്ഞുള്ളൂ. എക്സ്റ്റെൻസ് ടു എ വെരി വെരി ഇൻഫൈനൈറ്റ്ലി സ്മോൾ നമ്പർ, മീൻസ് നമ്മൾ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി അവിടെയുണ്ട്. സോ അത് ഞാൻ പോസിറ്റീവ് കേസ് മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് നെഗറ്റീവ് കേസ് പറഞ്ഞത്. ഇവിടെയും ഈ കേസിലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് എവിടെ ഇങ്ങനെ ടെൻഡ് ചെയ്യും, സീറോയിലേക്ക് തന്നെ ടെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എച്ചും ഉണ്ട് അല്ലേ, 0 പ്ലസ് ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ഉണ്ട് എഫ് ഓഫ് എക്സ്. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1/x എന്ന് പറയുന്നത് എവിടേക്ക് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ 1/x അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് 1/x എങ്ങോട്ട് ടെൻഡ് ചെയ്യും, മൈനസ് ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യും അല്ലേ. നമുക്ക് ഗ്രാഫ് ഓൾറെഡി നമ്മുടെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. 1/xൻ്റെ ഗ്രാഫ്, സോറി, ഇതല്ലേ 0 അല്ലേ. അല്ലേ, 0ൻ്റെ പോസിറ്റീവ് ഭാഗം പോകും എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലേ, 0 പ്ലസ്, അവിടെ പ്ലസ് ഇൻഫിനിറ്റിക്ക് അപ്രോച്ച് ചെയ്യുന്നു. 0ൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ്, സോ ഇറ്റ് അപ്രോച്ചസ് മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇപ്പോൾ രണ്ട് ഇൻഫിനിറ്റികൾ എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കർവിൻ്റെ മറ്റൊരു കൺസെപ്റ്റ്, നമ്മുടെ കർവിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളിലേക്കാണ് നമ്മളിൽ പോകുന്നത്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, എന്താണ് ഇവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് അല്ലേ, ഇങ്ങനെയുള്ള ലൈൻ. വൈ ആക്സിസ് ഇറ്റ് സെൽഫ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ അല്ലേ. ഇനി വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്താണെന്ന് നമുക്കിവിടെ 1/xൻ്റെ ഗ്രാഫ് വെച്ചിട്ട് പറയാം. അതിനേക്കാളും നല്ലത് ഞാൻ വേറൊരു എപ്പോഴും x=0 ആകണ്ടെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഇവിടെ നോക്കുക. ഇത് 1/x-1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ഇത് x=1 എന്നുള്ള ലൈനാണ് അല്ലേ. അപ്പോൾ f(1) പറഞ്ഞാൽ 1/1 - 1 വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. ഇനി x=1 എന്നുള്ള ലൈന് ഇവിടെ എന്ത് സംഭവിക്കുന്നു, x=1 എന്നുള്ള ലൈന് എഫ് ഓഫ് എക്സുമായിട്ട് എപ്പോഴാണ് കൂട്ടിമുട്ടുക, എവിടെയാണ് കൂട്ടിമുട്ടുക, ഇൻഫിനിറ്റിയിൽ അല്ലേ. പക്ഷേ റൈറ്റ് സൈഡ് നോക്കൂ, 1+h അല്ലേ. 1+h കൂട്ടിമുട്ടുന്നത് ഇൻഫിനിറ്റിയിൽ, പ്ലസ് ഇൻഫിനിറ്റിയിലും. 1-h എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയല്ല പോകണം. 1-h കൂട്ടിമുട്ടുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലായിരിക്കും അല്ല. അപ്പോൾ ലിമിറ്റ് എക്സ്, അപ്പോൾ x=1 എന്ന് പറയുന്ന ലൈന് എഫ് ഓഫ് x=1/x-1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. സോ can you define vertical asymptote? It is a vertical line or any vertical line, okay, which intersects the function at infinity. f of x ഇൻഫിനിറ്റിയിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ലിമിറ്റ്, അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, അപ്പോൾ എഫ് ഓഫ് എക്സ് ഹാസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് അറ്റ് x=a if limit extends to a minus f of x equal to infinity or minus infinity, or limit extends to a plus f of x equal to infinity or minus infinity, or limit extends to a f of x എന്താണെന്ന് നമുക്ക് പറയാം, ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഒന്ന് ആൾജിബ്രായിക്കിൽ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, above example f of x equal to 1/x-1, limit extends to 1 plus f of x equal to, നമ്മൾ h tends to 0 എന്ന് എടുത്തു, 1/1 plus h-1. so that 1 get cancel, limit h tends to 0, 1/h അല്ലേ, എവിടേക്ക് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. x tends to 1 minus f of x, limit h tends to 0, 1/1 minus h-1, which will be limit h tends to 0, 1/-h, which will be minus infinity. Therefore x=1 is a vertical asymptote of the function f of x=1/x-1. vertical asymptote എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും അല്ലേ.
വേറൊരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോബ്ലം ഇവിടെ ചെയ്തിട്ടുണ്ട്. x/x² - x-2 വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x/x+1 × x-2 ഫോമിലാകും. അപ്പോൾ ഇറ്റ് വിൽ ബി x = -1 or x = 2 ആയിരിക്കും ഇതിന്റെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും അസിംപ്റ്റോട്ട്. നിങ്ങൾക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു -1 + h ഉം -1 - h ഉം കണ്ടെത്തിയിട്ട് അത് +∞ -∞ ആണെന്നും 2 + h ഉം 2 - h ഉം കണ്ടുപിടിച്ചത് അത് +∞ -∞ ആണെന്ന് ഗ്രാഫ് സ്കെച്ച് ചെയ്താലോ അല്ലെങ്കിൽ ആൾജിബ്രായിക്കിലോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കർവിന് ഇപ്പോൾ ഇവിടെ 2 വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് വന്നു അല്ലേ. ഒരു കർവിന് അൺകൗണ്ടബിൾ നമ്പർ ഓഫ് വെർട്ടിക്കൽസ്, അത് മീൻസ് അൺകൗണ്ടബിൾ അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഉണ്ടോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് tan x എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ. tan x എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x/cos x ഫോമിലുള്ള ഫംഗ്ഷനാണ് അല്ലേ. sin x/cos x, cos x ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ് അല്ലേ എന്ന് പറയുന്നത് x = 2n+1 π/2. അപ്പോൾ x = 2n+1, അപ്പോൾ x = π/2 എന്ന് പറയുന്നത് tan x-ന്റെ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. x = 3π/2 എന്ന് പറയുന്നതും tan x-ന്റെ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. അപ്പോൾ അങ്ങനെ π/2, 3π/2, 5π/2 എല്ലാ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഏത് ഫോമിലായിരിക്കും? 2n+1 π/2 ഫോമിലായിരിക്കും. അതിവരെല്ലാം ഇൻഫിനിറ്റി വെച്ചിട്ട് ഫംഗ്ഷനായിട്ട് കൂട്ടിമുട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് വി ലേൺ അബൌട്ട് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ഈ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി കഴിഞ്ഞ് ലിമിറ്റ് ഇൻവോൾവിങ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ. ഇവിടെ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് ഇൻവോൾവിങ് ഇൻഫിനിറ്റി എടുത്തു. നമ്മൾ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വൈക്ക് എന്ത് സംഭവിക്കുന്നു അല്ലേ. വൈ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് പോകുകയാണെങ്കിൽ അല്ലേ, നോക്കുക എക്സ് ലാർജായി പോകുന്നു, y = L എന്നുള്ള ലൈന് ഈ എക്സിനെ എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുകയാണെങ്കിൽ എന്ന് അർത്ഥം എന്താ, എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ y L-നോട് അടുക്കുന്നു അല്ലേ. സോ y = ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ പറയാം, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് പറഞ്ഞാൽ. അതായത് ലിമിറ്റ് x → f(x) = എ പെർട്ടിക്കുലർ നമ്പർ L ആണെങ്കിൽ then we can say that y = L is the horizontal asymptote of f(x). ഓക്കെ, അത് നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ എടുക്കാം. 1/x-1 അല്ലേ. 1/x-1 എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ 1/x-1 എന്ന് പറയുന്ന നമ്പർ എവിടേക്ക് അപ്രോച്ച് ചെയ്യും? 0ലേക്ക് പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ y = 0. അപ്പോൾ 1/x-1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ y = 0 ആണ്. വാട്ട് ഈസ് y = 0? ദ x ആക്സിസ് ഇറ്റ്സെൽഫ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിനാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുക. ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഇഫ് r is greater than 0 and r is a rational number, limit x tends to infinity 1/x⁻r is equal to limit x tends to infinity 1/x-1/x⁻r is equal to 0. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ഒരു റാഷണൽ ഫംഗ്ഷന് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ഇതിൻ്റെ 11ാമത്തെ വീഡിയോ ആയിരിക്കും. എന്നാലും ആ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.